ആലപ്പുഴയിൽ CPM-നുള്ളിലെ വിഭാഗീയത മറനീക്കി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പരസ്പര നേതാക്കൾ തമ്മിൽ പോരാട്ടം. ജി സുധാകരൻ സജി ചെറിയാനും തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്ന വാക്ക് ഇപ്പോൾ കൂടുതൽ പ്രസക്തി ആർജിക്കുകയാണ്. അത് ആഷിക്ക് നമ്മളിപ്പോൾ കേൾക്കുന്നത്, നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകൾ കേൾക്കുന്നത് സജി ചെറിയാനെതിരെ, അതായത് സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രിസഭയിലെ മന്ത്രി, സംഘടനയുടെ CPM-ൻ്റെ ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സജി ചെറിയാൻ, ഇങ്ങനെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാനെ ഒരു വേള പാർട്ടിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ജി സുധാകരനാണ് ഇപ്പോൾ പറയുന്നത്. ഇന്ന് അദ്ദേഹം ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ബാക്കി ചില കാര്യങ്ങൾ, വസ്തുതകൾ വിവരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതെ, അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ അത് ഈ സമയത്ത് വളരെ പ്രാധാന്യത്തോട് വരുന്നുണ്ട്. അതായത് നമ്മളിതിൽ മനസ്സിലാക്കാനുള്ളത്, ഇന്ന് ഇപ്പോൾ കേട്ടിട്ടുള്ള ഒരു നമ്മൾ അറിഞ്ഞ ഒരു വാർത്ത എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഒരു ടോപ്പിക്ക് നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ജി സുധാകരനെതിരെ DYFIയുടെ അവിടുത്തെ ആലപ്പുഴ ജില്ലയിലെ ഒരു നേതാവ്, അദ്ദേഹം യുവാക്കളെ, അതായത് ആരെയും നേതൃത്വത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നിട്ടില്ല എന്നും അദ്ദേഹത്തിന് വ്യക്തിഹത്യ നടത്തത്തക്ക രീതിയിലുമുള്ള ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി എന്ന രീതിയിലാണ് ഈ പറയുന്ന രീതിയിൽ ജി സുധാകരൻ മറുപടി പറഞ്ഞിരിക്കുന്നത്. ജി സുധാകരൻ്റെ മറുപടി എന്ന് പറയുന്നത്, സജി ചെറിയാൻ എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലെ ഇപ്പോഴത്തെ മന്ത്രിയായിരിക്കുന്ന, പാർട്ടിയുടെ ആലപ്പുഴ ജില്ലയിലെ കാര്യങ്ങൾ ഒരു പരിധിവരെ ജി സുധാകരന് ശേഷം നോക്കിയിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ മണൽ മാഫിയയുടെ കാര്യങ്ങൾ നോക്കുന്ന ആളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഇങ്ങനെ പിന്നെ ആലപ്പുഴയിലെ CPM ഒരു കൂട്ടം ക്രിമിനലുകളുടെ കയ്യിലാണ് എന്നും പാർട്ടി പൊളിറ്റിക്കൽ ക്രിമിനലിസത്തിലേക്ക് പോയി എന്നും ഉള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ അദ്ദേഹം ആരെയും പാർട്ടിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നിട്ടില്ല എന്നൊരു വർത്തമാനവും പറഞ്ഞിട്ടുണ്ട്. അതിന് അദ്ദേഹം ഖണ്ഡിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, കൊല്ലം പ്രാക്കുളം സ്കൂളിൽ നിന്ന് പഠിക്കുകയായിരുന്ന MA ബേബിയെ അവിടുന്ന് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് അദ്ദേഹമാണ് പിന്നെ SFIയിലേക്ക് കൊണ്ടുവരുന്നത്. തുടർന്ന് ഇന്നിപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് ബേബി. പിന്നീട് നമുക്ക് ഇതിൽ പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം CPM എന്ന് പറയുന്ന പാർട്ടിയിൽ മാതൃകയായി കണ്ടിരുന്നവർ AKGയും EMSഉം VSഉം ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഈ ആലപ്പുഴയിലെ പാർട്ടിയിലെ മുൻകാല നേതാക്കളെക്കുറിച്ച് പറയുമ്പോൾ ചന്ദ്രാനൻ, KR ഗൗരിയമ്മ, VS, നയനാർ, ഇവരൊക്കെ പറയുന്നതും ഇവരൊക്കെ കൈപിടിച്ച് കൊണ്ടുവന്നവരാണ് ഞങ്ങൾ എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ, ഈ പാർട്ടിയിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിരുന്ന ആ കടുത്ത വിഭാഗീയതയുടെ ആ ഒരു പൂട്ട് പൊട്ടിച്ചാണ് ഇപ്പോൾ ഇതെല്ലാം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആഷിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സജി ചെറിയാനെതിരെയാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ബാക്കി ഇതിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ CPM-ൻ്റെ വളർച്ചയെ ആ കാലഘട്ടത്തെ രണ്ടായി നമുക്ക് തരംതിരിക്കാം. ഒന്ന് VSന് മുമ്പും VSന് ശേഷവും, അല്ലേ? തീർച്ചയായിട്ടും. എന്താണ് അതിൻ്റെ ആ രണ്ട് കാലഘട്ടങ്ങളുടെയും വളർച്ചയും അല്ലെങ്കിൽ ആ ഒരു നേതാക്കളുടെയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലുള്ള നേതാവാണ് VS. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ജി സുധാകരൻ അദ്ദേഹം ആരെയും വളർത്തിക്കൊണ്ടുവന്നില്ല എന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഈ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത്, താൻ ആരെയും വളർത്തിക്കൊണ്ട് വന്നില്ല എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന H സലാം, സജി ചെറിയാൻ, ഇവരെയൊക്കെ ആരാണ് നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നത്? അദ്ദേഹം തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ആൾക്കാരിൽ പാർട്ടിയുടെ സെക്രട്ടറി ബേബി വരപ്പെടും. അദ്ദേഹത്തിനെ പാർട്ടിയിലേക്ക് വന്നതും അദ്ദേഹത്തിനെ പാർട്ടിയിലേക്ക് വരുന്നതിൽ ഒരു പരിധിവരെ ഉയർത്തിക്കൊണ്ടുവന്ന മുൻകാല നേതാക്കളെയൊക്കെ അദ്ദേഹം പേര് പറയുന്നുണ്ട്. അപ്പോൾ സജി ചെറിയാനെ ഇങ്ങനെ കൈകൊടുത്ത് ജി സുധാകരൻ കൊണ്ടുവന്നതിനെ ഇപ്പോൾ മുൻ DYFI നേതാവായിരുന്ന T ശശിധരൻ വരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ സജി ചെറിയാൻ ആരാ ഇങ്ങനെ കൊണ്ടുവന്നത്? സജി ചെറിയാൻ ഇപ്പോൾ മണൽ മാഫിയുടെ ആളാണെന്നും അങ്ങനെയുള്ള ആളാണെന്നും ഇങ്ങനെയുള്ള ആളാണെന്നും ഒക്കെ പറയാൻ എന്ത് സാങ്കത്യമാണ് ജി സുധാകരനുള്ളത് എന്നൊക്കെ T ശശിധരൻ എന്ന് പഴയ VS പക്ഷക്കാരനായ ഒരു നേതാവ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ഈ പാർട്ടിയെ ആലപ്പുഴ ജില്ലയിൽ വളരുന്നതിന് ഒരുപാട് പങ്കുവഹിച്ചു. ആലപ്പുഴ ജില്ലയിൽ ഒരു ഘട്ടത്തിൽ
അദ്ദേഹം ആരോടൊപ്പം വന്നത്? അദ്ദേഹം വി എസ് പക്ഷത്ത് നിന്ന് മാറി അദ്ദേഹം രണ്ട് പക്ഷത്തും, അതായത് വി എസ് പക്ഷത്ത് നിന്ന് അവിടെ നിന്ന് നേരെ പിണറായി പക്ഷത്തേക്ക് പോയി പാർട്ടി പിടിക്കുന്നതിൽ അദ്ദേഹത്തിന് പിണറായിയെ സഹായിച്ചൊരു വ്യക്തിയാണ് ആര്? ജി സുധാകരൻ. ആ ജി സുധാകരൻ തന്നെ കൈപിടിച്ച് കൊണ്ടുവന്നവരാണ് ഇന്ന് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ പറയുമ്പോൾ പാർട്ടി ഇങ്ങനെ അദ്ദേഹത്തിനെ വ്യക്തിഹത്യ എന്ന രീതിയിലേക്ക് ഒരു കാര്യങ്ങളും പറയരുത് എന്ന തീരുമാനം എടുത്തിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ പറയുന്ന DYFI നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടത്, അതായത് സജി ചെറിയാൻ്റെ മണൽ മാഫിയയെ ഹാൻഡിൽ ചെയ്യുന്ന, അതിൻ്റെ കണക്കും കാര്യങ്ങളും നോക്കുന്ന, അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്ന് ജി സുധാകരൻ പറയും. അത് നമ്മൾ രാവിലെ നമ്മുടെ തന്നെ ഒരു സംസാരത്തിൽ പറഞ്ഞു, അത് സജി ചെറിയാൻ തന്നെ പറഞ്ഞു ചെയ്യിച്ചത് ആണ് എന്നാണ്. അത് ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാര്യം ഈ മണ്ണ് കച്ചവടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാ? സജി ചെറിയാണ്. അപ്പോൾ പാർട്ടിയെ ഒരു അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇത്തരം മാഫിയ സംഘങ്ങളുടെ കയ്യിലേക്ക് ഇദ്ദേഹം എത്തിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാർട്ടി ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വ്യക്തിഹത്യ രീതിയിൽ ഒന്നും പറയരുത് എന്ന് പറയുമ്പോഴാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അപ്പോൾ ഒരു ഡിഫൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്ന വർഗവഞ്ചകൻ എന്ന് CPM ഇപ്പോൾ ചാർത്തിക്കൊടുക്കുന്ന, അത് മാത്രമല്ല ഇപ്പോൾ ഒരു ന്യൂ ജനറേഷൻ പേര് വന്നിട്ടുണ്ട്, പൊളിറ്റിക്കൽ സൈക്കോപാത്ത്. അതാണ് പറഞ്ഞത്. ഈ പൊളിറ്റിക്കൽ സൈക്കോപാത്ത് എന്ന പ്രയോഗമാണ് ഈ പറയുന്ന DYFI നേതാവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിന് മറുപടിയാണ് അദ്ദേഹം ഈ പറഞ്ഞത്. പൊളിറ്റിക്കൽ സൈക്കോപാത്ത് ആണ് എന്ന് ഈ പറയുന്നത് മാർക്സിയൻ രീതിയിലുള്ള ഒരു പ്രയോഗമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഈ പാർട്ടിയെ വളരുന്നതിന് സഹായിച്ച സജി ചെറിയാൻ ഇന്ന് പാർട്ടിയെ വളരുന്നതിന് സജി ചെറിയാൻ ഉൾപ്പെടെ ഉള്ളവരെ കൈപിടിച്ച് കൊണ്ടുവന്നിരുന്ന ജി സുധാകരൻ ഇന്ന് UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. UDF ആണ് അദ്ദേഹത്തിന് ഇപ്പോൾ അഭയം നൽകിയിരിക്കുന്നത്. അതാണ് അവർക്ക് വല്ലാതെ അവർ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇന്നിപ്പോൾ ഗോവിന്ദൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ കേഡർ വോട്ടും മറിഞ്ഞു പോകരുതെന്ന്. കേഡർ വോട്ടുകൾ മറിഞ്ഞു പോകാതെ സലാം തോറ്റാൽ, അതായത് ജി സുധാകരൻ ജയിക്കുമെന്ന കാര്യം ഉറപ്പാണ്, സലാം തോൽക്കുക എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായതുകൊണ്ടാണ് എന്ത് വില കൊടുത്തും കേഡർ വോട്ട് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഭരണം കിട്ടിയില്ലെങ്കിൽ മാത്രമല്ല ജി സുധാകരൻ ഒരു കാരണവശാലും അമ്പലപ്പുഴയിൽ ജയിക്കരുത് എന്നുള്ള രീതിയിലാണ് MV ഗോവിന്ദന്റെ ആ ഒരു പ്രസ്താവന. കാരണം അത്രയും അദ്ദേഹത്തെ ഈ CPM ഇപ്പൊ നിലവിലുള്ള CPMലെ ഏറ്റവും തലമുതിർന്ന നേതാക്കൾ ഭയക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജയം എന്ന് പറയുന്നത് തലമുതിർന്ന എന്നല്ല. ഇപ്പോൾ ഈ കണ്ണൂർ ജില്ലയിലെ പാർട്ടിയിലെ വിഭാഗീയത ഉണ്ടായതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ സുധാകരൻ ചില സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ പാർട്ടി വല്ലാതെ അലോസരപ്പെടുന്നുണ്ട്, പാർട്ടി വല്ലാതെ ഞെട്ടുന്നുണ്ട്. ഏറ്റവും വലിയ സത്യമുള്ള കൃഷ്ണപിള്ള സ്മാരകം തകർത്തത് ആരാണ്? അതിന് പിന്നിൽ ആരാണ്? ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രിയാണെന്ന് വരെ അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഈ പാർട്ടിക്ക് ഒന്നാമത് കാര്യം, ഇന്നുവരെ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ CPM ഇങ്ങനെ വിഭാഗീയത കടുത്ത് റിബലായിട്ട് സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന രീതിയിലേക്ക് പോയിട്ടില്ല. തളിപ്പറമ്പിലുണ്ട്, പയ്യന്നൂരുണ്ട്, ഇപ്പൊ സുധാകരനുണ്ട്, ജി സുധാകരനുണ്ട്, പാർട്ടിയിൽ ഉണ്ടായിരുന്നവർ BJPയിൽ പോയി സ്ഥാനാർത്ഥിയാകുന്നുണ്ട്. ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരിക്കുന്ന വൻ അവമതിപ്പ്, അത് ഒരു വല്ലാതെ ഇങ്ങനെ നേളിച്ച് നിൽക്കുമ്പോൾ സുധാകരന്റെ സ്റ്റേറ്റ്മെന്റ് കൂടെ ആകുമ്പോൾ പാർട്ടി വല്ലാതെ പ്രതിരോധത്തിലാവുകയാണ്. അവിടെയാണ് ഒരു കേഡർ വോട്ടും പോകരുത് എന്നൊരു പ്രസ്താവനയുമായി ഗോവിന്ദൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, ജി സുധാകരനെ ഇത്തരത്തിൽ സജി ചെറിയാൻ അടങ്ങുന്ന ഒരു മാഫിയ സംഘം വളഞ്ഞിട്ട് ആക്രമിച്ച് അദ്ദേഹത്തിനെ വല്ലാതെ കണ്ടിങ്ങനെ കോർണർ ചെയ്യുമ്പോൾ ഇതുവരെ എവിടെ പോയിരുന്നു ഈ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം? ഈ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം, സംസ്ഥാന സെക്രട്ടറി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇവരൊക്കെ എവിടെ പോയി? ഒരുപക്ഷെ അവരുടെ എല്ലാം മൗനസമ്മതത്തോടെ ആയിരിക്കും. തീർച്ചയായിട്ടും ഇത് കണ്ടില്ല എന്ന രീതിയിൽ ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ തന്നെ ഓഫീസിൽ നിന്ന് നമ്മുടെ ജേർണലിസ്റ്റുകൾ ഐഷ പോറ്റിയെ കാണാനായി നമ്മുടെ ഇവിടുന്ന് തന്നെ പോയിരുന്നു. ഐഷ പോറ്റിയുമായി സംസാരിച്ചു. അപ്പോൾ ഐഷ പോറ്റി പറഞ്ഞത്, എനിക്കെതിരെ ഈ പാർട്ടിയിലുണ്ടായ ആരോപണങ്ങളൊക്കെ തന്നെ ഞാൻ മുഖ്യമന്ത്രിയോട് പറയുമ്പോൾ മുഖ്യമന്ത്രി ഒരു വേള ഇന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഉണ്ടാകില്ല എന്ന് ഒരു മറുപടി അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത്, ഇതിൽ ഇടപെടേണ്ട സമയത്ത്, അതായത് ഇവർ മാറി നിന്ന് ഒരു വല്ലാത്ത മൈൻഡോടുകൂടി ഒരാളെ കോർണർ ചെയ്ത് വല്ലാതെ ത്രട്ടൺ ചെയ്ത് നശിപ്പിക്കുന്നത് കണ്ട് രസിക്കുന്ന രീതിയിലാണോ ഈ നേതാക്കൾ പോയത്? എന്നിട്ട് അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് പറഞ്ഞോട്ടെ, അങ്ങനെയെങ്കിലും അയാളെ പുറത്താക്കണം എന്നൊരു ചിന്തയാണോ? കാര്യം നമുക്ക് മുമ്പ് നടന്നിട്ടുള്ള പല കാര്യങ്ങളിലും ഗൗരിയമ്മയെ ഇവരെങ്ങനെയാണ് പുറത്താക്കിയത്? ഗൗരിയമ്മ എങ്ങനെയാണ് പുറത്തു പോയത്? MV രാഘവൻ എങ്ങനെയാണ് പുറത്തു പോയത്? അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ VS മാത്രമാണ്. P കൃഷ്ണപിള്ളയുടെ കയ്യിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ച ആളാണ് VS. VSനെ ഇവർ എന്താ കാട്ടിയത്? അത്രയും കാലം മരിക്കുന്നത് വരെ ആരും തിരിഞ്ഞു നോക്കാതെ
പോയിരുന്ന ഒരാളാണ്. ആലപ്പുഴയിലെ ഏറ്റവും മുതിർന്ന CPM-ന്റെ നേതാവാണ്. അദ്ദേഹത്തെ ആ മരണാസന്ന സമയത്ത് പോലും ഒരാളും പോലും ഓർത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, തീർച്ചയായിട്ടും VS-നെ സംബന്ധിച്ച് VS-ന് ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പരമാവധി നശിപ്പിക്കാവുന്ന രീതിയിൽ നശിപ്പിച്ചു. ആലപ്പുഴ ജില്ലയിലെ ഈ പറയുന്ന രീതിയിലുള്ള വിഭാഗീയതയെ കണ്ടു രസിക്കുന്ന രീതിയിലാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്ന കണ്ണൂർ ഘടകത്തിലെ സഖാക്കൾ ചെയ്തത്. അപ്പോൾ കണ്ണൂർ ഘടകം കരുതിയിരുന്നത് കണ്ണൂർ ഘടകത്തിൽ ഒന്നും ഉണ്ടാകില്ല, ആലപ്പുഴ ജില്ലയിലെ എല്ലാം ഉണ്ടാകും, അവിടെയാണ് വിഭാഗീയത, ഉണ്ടായിക്കോട്ടെ, നടക്കട്ടെ, കണ്ട് നമുക്ക് രസിക്കാമെന്നാണ് കരുതിയത്. കണ്ണൂരിന്റെ ഒരു മൊണോപോളിയാണ് കണ്ണൂരിന്റെ മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ കണ്ണൂർ പോയില്ലേ, കണ്ണൂർ അവരുടെ തന്നെ TK ഗോവിന്ദൻ മത്സരിച്ചില്ലേ, പയ്യന്നൂർ കുഞ്ഞികൃഷ്ണ മാഷ് എല്ലാം രക്തസാക്ഷി ഫണ്ട് തട്ടിക്കൊണ്ട് പോയി എന്ന് വിളിച്ചു പറയേണ്ടി വന്നില്ലേ, സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതിന് ഒരു പാർട്ടി സെക്രട്ടറി സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയല്ലോ, അതിന് പിന്നെ സാധൂകരിക്കാൻ നടക്കുകയല്ലേ. ഏതായാലും ഇതിൽ ഒന്ന് മാത്രമേ പറയുള്ളൂ, സുധാകരനെതിരെ ഒരു തരത്തിലുള്ള ആരോപണത്തിനും പോകരുത് എന്ന് പാർട്ടി പറഞ്ഞു നിൽക്കുമ്പോൾ സജി ചെറിയാന്റെ ആശ്രിത വത്സലൻ ആണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ സൈക്കോപാത്ത് എന്ന രീതിയിൽ മാർക്സിയൻ ചിന്തയ്ക്ക് ചേർന്നതാണോ ഈ പറച്ചിൽ എന്ന ഒരു ചോദ്യം സുധാകരനോട് ആ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുമ്പോൾ അതാണ് അവരുടെ മാർക്സിസം അല്ലെങ്കിൽ മാർക്സിയൻ രീതി എന്ന് സുധാകരൻ മറുപടി പറയും. ഇപ്പൊ മാർക്സിസ്റ്റുകാരുടെ വായിൽ നിന്ന് കൂലംകുത്തി, വർഗവഞ്ചകൻ, ചെറ്റ, അങ്ങനെ പലവിധ പദങ്ങളാണ് വായിൽ നിന്ന് വരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഭാഷാ നിഘണ്ടുവിൽ, നമുക്കറിയാവുന്ന ഭാഷാ നിഘണ്ടുവിൽ ഇല്ലാത്ത പല പദപ്രയോഗങ്ങൾ. എന്തിനേറെ പറയണത്, ഈ ചെറ്റ എന്ന വാക്കിന് അർത്ഥം ചാരുതയുള്ളവൻ എന്ന രീതിയിലാണെന്ന് പറഞ്ഞൊരു നേതാവുണ്ട്, വിജയരാഘവൻ. അതെ, മറ്റുള്ളവർ ചെയ്യുന്ന കാര്യത്തിനെ ന്യായീകരിച്ച് അതിനെ സത്യമാണെന്ന് വരുത്തുന്ന രീതിയിലുള്ള പ്രസ്താവന. ഒരു കള്ളം പല ആവർത്തി പറയുമ്പോൾ ചിലപ്പോൾ സത്യമായി തീരും. അതെ, ആ സത്യമാക്കാനാണ് ശ്രമിക്കുന്നത്. അതെ, ഏതെങ്കിലും നമുക്ക് ഈ വിഷയത്തിന് നമുക്ക് ഇതിൽ പറഞ്ഞു വെക്കാനുള്ള ഒന്ന് മാത്രം, സുധാകരൻ ഇനിയും പൊള്ളുന്ന പല സത്യങ്ങളും വിളിച്ചു പറയും. സജി ചെറിയാൻ എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, മന്ത്രി, ആലപ്പുഴയിലെ വലിയ നേതാവ്, അദ്ദേഹം ഒരു ക്രിമിനലാണ് എന്നും അദ്ദേഹം ഒരു ഭൂമാഫിയ കച്ചവടത്തിൻ്റെയും മറ്റു കാര്യങ്ങളുടെ അത്തരം മാഫിയ സംസ്കാരത്തിൻ്റെ ഉടമയുമാണ്, അതായത് സാംസ്കാരിക മന്ത്രിയാണ്, സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക മന്ത്രിയാണ് എന്നുള്ള കാര്യം അതുകൂടെ ഓർക്കുക. ഏതായാലും സുധാകരൻ ഇങ്ങനെ പറയുന്ന സത്യങ്ങൾക്ക് ഇനിയും നമുക്ക് കാതോർത്തിരിക്കാം. പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിൽ നിർത്തുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ്, അതായത് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ ഇങ്ങനെ CPM വല്ലാതെ പ്രതിരോധത്തിലാകുന്നത് നാളിതുവരെ നാം കണ്ടതായി നമ്മുടെ ഓർമ്മയിലില്ല. മറ്റൊരു കാര്യം കൂടി, ഉച്ചയിൽ വെച്ച കൈകൊണ്ട് ഉദയക്രിയ ചെയ്യാൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം ഓർക്കണം, അദ്ദേഹം നടന്ന പോലെ നിങ്ങളുടെ നേതാക്കൾ ചിലപ്പോൾ നടന്നു കാണില്ല.